വാനത്തിന്റെ തറയാണ് ആയിഷ. ഒരു ചാൺ മുകളിൽ കത്തി ജ്വലിക്കുന്ന സൂര്യനാണ് ആയിഷ. ആ സൂര്യന്റെ ചൂട് താങ്ങാനാകാതെ തലയോട്ടിയുടെ അകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചു മറഞ്ഞിട്ട് നെറ്റിയിലൂടെ താഴോട്ട് ഒലിച്ചിറങ്ങുന്ന ദിവസമാണ് ആയിഷ. പേടിച്ച് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോ ആയിഷ ബീവി അവിടെന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ഈ ഭയാനകമായ രംഗമുണ്ടല്ലോ, ഈ ഭയാനകമായ രംഗമുണ്ടല്ലോ, 20,000 ചങ്ങലകളിൽ കൊളുത്തിക്കൊണ്ട് നരകത്തെ വലിച്ചു കൊണ്ടുവന്ന് നിർത്തുന്ന രംഗമുണ്ടല്ലോ. ഓരോ ചങ്ങല കൊളുത്തിലും 70,000 മലക്കുകൾ പിടിച്ചുകൊണ്ടുവന്ന് അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ നിന്ന് ഗർജിക്കുന്ന നരകമുണ്ടല്ലോ. ഇതുപോലെയുള്ള ഭയാനകമായ രംഗങ്ങൾ നടമാടപ്പെടുന്ന പടച്ച റബ്ബിന്റെ മഹ്ശറയില്ലേ, അവിടെ രക്ഷപ്പെടുന്ന ആരെങ്കിലുമുണ്ടോ നബിയേ? ആ ഭയാനകമായ ഭീകരാന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ആരെങ്കിലുമുണ്ടോ റസൂലേ? അവിടുന്ന് പറയുന്നു, ആയിഷ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി 70,000 ബിഗൈരി ഹിസാബ്. ഉണ്ട് ആയിഷ, പടച്ച റബ്ബിന്റെ പരലോകത്തെ ഭയാനകതകളൊന്നും കാണാതെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലോട്ട് കടന്നു പോകുന്ന കുറച്ചാളുകളുണ്ട്. അവരൊന്നല്ല, രണ്ടല്ല, 40 100 1000 70,000 വിഭാഗം പടച്ച റബ്ബിന്റെ മഹ്ശറ കാണാതെ സ്വർഗത്തിലോട്ട് കടന്നു പോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഭാഗ്യം തരുമാറാവട്ടെ. എത്ര പേര്? 70,000 ആളുകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചുരുങ്ങിയ സമയത്ത് നമുക്കൊരു 3-4 പേരെങ്കിലും പഠിക്കണം. ഒരു 3-4 വിഭാഗത്തെ കുറിച്ചെങ്കിലും നമുക്ക് ചർച്ച ചെയ്യണം. എന്നിട്ട് നമുക്ക് ദുആ ചെയ്യണം, അല്ലാഹുവേ തൗബ ചെയ്തിട്ട് പിരിയണം. അല്ലാഹു ആദ്യം എന്നെ ഒന്ന് നന്നാക്കി തരുമാറാവട്ടെ. അല്ലാഹു ആദ്യം എന്നെ ഒന്ന് നന്നാക്കി തരുമാറാവട്ടെ. ഈ ഒരു വർഷം കടന്നു വരുമ്പോൾ അല്ലാഹു നാളെ എഴുന്നേൽക്കാൻ നമുക്ക് ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ 70,000 വിഭാഗം ആളുകളുണ്ട്. അവർക്ക് പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു ശിക്ഷയും കാണണ്ട. അവർ നേരെ സ്വർഗത്തിലോട്ട് കടന്നു പോകും. അവരല്ലാഹുവിന്റെ സ്വർഗത്തിലോട്ട് ഡയറക്റ്റായിട്ട് കടന്നു പോകും. ഒരുപാട് വിഭാഗങ്ങൾ ഹദീസിന്റെ പല ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പല പ്രാവശ്യങ്ങളിലായിട്ട് നബിതങ്ങൾ ഹിസാബില്ലാതെ സ്വർഗത്തിലോട്ട് പോകുന്ന വിഭാഗക്കാരെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന എളുപ്പമായൊരു 3 കാര്യങ്ങൾ പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാവട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, പടച്ച റബ്ബിന്റെ മഹ്ശറയിൽ ഹിസാബില്ലാതെ സ്വർഗത്തിലോട്ട് കടന്നു പോകാൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, സാമ്പത്തികം വേണ്ട, ഒന്നും വേണ്ട, എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഹ്ശറയിൽ നിൽക്കേണ്ടി വരില്ല. ഖബറിൽ നിന്ന് എഴുന്നേറ്റാൽ നിങ്ങൾക്ക് സ്വർഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്ന്, ഇന്നമൽ മുഅ്മിനൂൻ, അല്ലാഹുവിന്റെ സ്വർഗത്തിലോട്ട് ഹിസാബില്ലാതെ കടന്നു പോകുന്ന ഒരു വിഭാഗമാരെന്നറിയുമ്പോൾ അത് മുഅ്മിനീങ്ങളാണ്. എങ്ങനെയാണ് ഒരാൾ മുഅ്മിനാകുക? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉള്ളവൻ എന്നാണ് അർത്ഥം. എങ്ങനെയാണ് ഒരാൾ മുഅ്മിനാവുക? പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 6600-ൽ പരം ആയത്തുകളുള്ള വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈമാൻ ഒരുത്തന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടെങ്കിൽ അവനിലുണ്ടാകുന്ന ഗുണങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്.
മുഅ്മിനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന പ്രകടമാകുന്ന ഒരുപാട് നല്ല ഗുണങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും നൊമ്പരങ്ങളും അല്ലാഹുവേ വേർപാടുകളും വേദനകളും പരാതികളും പരാധീനതകളും എല്ലാം ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോ ഇതെന്റെ റബ്ബ് എനിക്ക് വിധിച്ചതാണെന്ന് പറഞ്ഞ് ശമിക്കുന്ന ഉമ്മ, ഭർത്താവില്ലാതെ ജീവിക്കാനാണ് അല്ലാഹു എനിക്ക് വിധിച്ചതെന്ന് പറഞ്ഞു ക്ഷമ അവലംബിക്കുന്ന പെങ്ങളെ, മക്കളുടെ നല്ല കാലത്ത് മക്കളുടെ മയ്യത്ത് കാണേണ്ടി വന്ന വാപ്പാ, സ്വന്തം മകൻ പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് വിചാരിക്കാതെ നീ കഴിഞ്ഞപ്പോൾ നിന്റെ മകന്റെ ജനാസ നീ കാണേണ്ടി വന്നിട്ടുണ്ടോ? നിന്റെ മകളുടെ ജനാസ നീ കാണേണ്ടി വന്നിട്ടുണ്ടോ? ജീവിതത്തിന്റെ നല്ല കാലത്ത് മാതാപിതാക്കളെ വേർപിരിഞ്ഞു പോയ സഹോദരാ, നിന്റെ ജീവിതത്തിലുണ്ടായ വേദനകളുണ്ടല്ലോ, വിരഹങ്ങളുണ്ടല്ലോ, വേർപാടുകളുണ്ടല്ലോ, മരണങ്ങളുണ്ടല്ലോ, ഇതെല്ലാം അല്ലാഹു എനിക്ക് വിധിച്ചതാണെന്ന് പറഞ്ഞ് ശമിച്ചു കഴിഞ്ഞാൽ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് രണ്ട് പ്രതിഫലങ്ങൾ പറഞ്ഞു തരികയാ. അങ്ങനെ നീ ശമിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈമാനുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു തരികയാ. രണ്ടോ, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമ അവലംബിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന പെങ്ങളെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ റബ്ബിന്റെ ഖളായിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഉമ്മ, നിനക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ബിഗൈരി ഹിസാബ്. പരലോകത്ത് നിന്നെ പിടിച്ചു നിർത്തില്ല ഉമ്മ, പരലോകത്ത് നിർത്തിയിട്ട് അല്ലാഹു നിന്നെ വേദനിപ്പിക്കില്ല ഉമ്മ. പടച്ചറപ്പിന്റെ സ്വർഗത്തിലോട്ട് നിനക്ക് നേരിട്ട് പ്രവേശനമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എടോ, ഒരു മുഅ്മിനാണ് നമ്മളെങ്കിലോ, ഹൃദയത്തിന്റെ അകത്ത് ഈമാനുള്ളവരാണ് നമ്മളെങ്കിലോ, രണ്ടാമതായിട്ട് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആരാണ് മുഅ്മിനെന്നറിയുമോ? ആരാണ് ഹൃദയത്തിന്റെ അകത്ത് ഈമാനുള്ളവനെന്നറിയുമോ? അവന്റെ സമക്ഷത്തിൽ വെച്ച് ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ ഉദ്ധാരകനായ സർവലോക സംരക്ഷകനായ സർവലോക പരിപാലകനായ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയം വിറയ്ക്കുകയാ സഹോദരാ, അവന്റെ ഹൃദയം വിറയ്ക്കുമുമ്മ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. നീയൊരു മുഅ്മിനാണെങ്കിലോ നിന്റെ അരികിലിരുന്ന അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ നിന്റെ ഈമാൻ വർദ്ധിക്കും പെങ്ങളെ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പടച്ച റബ്ബ് തന്നതാണെന്നും പറഞ്ഞു നീ അല്ലാഹുവിനെ തവക്കുല് ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഹൃദയം വിറയ്ക്കും, പേടി കൊണ്ട് വിറയ്ക്കും. എന്റെയും നിങ്ങളുടെയൊക്കെ ഹൃദയം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് സമയത്താണ് വിറച്ചിട്ടുള്ളത്? മഹ്ശറയെ കുറിച്ച് എത്രയോ വാള് കേട്ടു, ഖബറിനെ കുറിച്ച് നമ്മൾ എത്രയോ കേട്ടു.
ഈ താഴെ പള്ളിയുടെ ഖബർസ്ഥാനല്ലേ പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മളൊരു മയ്യത്തടക്കിയതല്ലേ? ആ മയ്യത്തിനെ അടക്കുന്നത് നമ്മൾ കണ്ടതാണ്, മോളിൽ പലക വെച്ചത് നമ്മൾ കണ്ടതാണ്. ആ പലകയുടെ താഴോട്ട് മണ്ണ് പോകാതിരിക്കാൻ അടുത്തുള്ള ചെടിയിൽ നിന്ന്, വൃക്ഷത്തിൽ നിന്ന് ഇല പറിച്ച് അതിലെ വിടവ് നികത്തിയിട്ട് അതിന്റെ മുകളിലോട്ട് 3 പിടി മണ്ണ് വാരിയിട്ടവരാണ്. മീസാങ്കല്ല് വെച്ചു, ചെടി വെച്ചു, അതിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചു, ദുആ ചെയ്ത് പിരിഞ്ഞവരാ. ഇന്നും ഒരു മരണം കണ്ടു, മയ്യത്തും കുളിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കുകയാ, മരിച്ച് ജനാസ നമസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച സമയത്ത് ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോ, അള്ളാനെ കുറിച്ച് പറഞ്ഞപ്പോ എത്ര പേരുടെ ഹൃദയം നടുങ്ങി, എത്ര പേരുടെ ഹൃദയം നടുങ്ങി. ഇതുപോലെ ഒരിക്കൽ വെള്ള പുതപ്പിച്ച് നമ്മളെ കൊണ്ടുവന്ന് കിടത്തുമെന്ന് ഉസ്താദ് പറഞ്ഞു തന്നപ്പോ എത്ര പേര് പേടി കൊണ്ട് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒന്നാലോചിച്ച് നോക്കിയാ, നിങ്ങളിതൊന്ന് ചിന്തിച്ചു നോക്ക്. ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കുവാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ നമ്മളെ കൊണ്ടുവന്ന് കിടത്തുമെന്ന് പറഞ്ഞു തന്നു. ഒരിക്കൽ വെള്ള പുതപ്പിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കിക്കൊണ്ടുവരും. പള്ളിയുടെ മെഹ്റാബിന്റെ ചോട്ടിൽ നമ്മളെ കൊണ്ടുവന്ന് ഇങ്ങനെ മലർത്തി കിടത്തും. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ നെഞ്ചിന്റെ ഭാഗത്ത്, വയറിന്റെ ഭാഗത്ത് നേരെ നിന്നുകൊണ്ട് ഇമാം ഉസ്താദ് നിസ്കാരം നിർവഹിക്കും. അതിനു മുമ്പ് പറഞ്ഞു കൊടുക്കും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ നമ്മളെയും കൊണ്ടുവന്ന് കിടത്തും. ഈ ഒരു വാചകം കേൾക്കുമ്പോൾ ആരുടെ ഹൃദയം പേടിക്കാറുണ്ട്, വിറയ്ക്കാറുണ്ട്? അങ്ങനെ വിറയ്ക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഭയക്കുന്നുണ്ടെങ്കിൽ അവനാണ് മുഅ്മിൻ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവനെ കുറിച്ച് മുഅ്മിൻ എന്ന് പറയാ. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാണ്, നീ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിന്റെ അരികിലിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നിന്റെ ഈമാൻ വർദ്ധിക്കും. നരകത്തെ കുറിച്ച് പറയുമ്പോ, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പറയുമ്പോ, ചരിത്രങ്ങൾ പറയുമ്പോ, ഖുർആനിന്റെ ഓരോ ആയത്തുകൾ കേൾക്കുമ്പോൾ നിന്റെ ഈമാൻ വർദ്ധിക്കും. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരല്പം ഈമാൻ ഉണ്ടെങ്കിൽ, ഒരല്പം പോലും ഖുർആൻ കേൾക്കുന്നത് തന്നെ അലോസരമായി പോയില്ല നമുക്കൊക്കെ. ഖുർആൻ കേൾക്കുന്നത്, ഓതുന്നത് പോട്ടെ, തുറന്നു നോക്കുന്നത് പോട്ടെ, കൈകൊണ്ട് തൊടുന്നത് പോട്ടെ, ഒരു ദിവസത്തിൽ നിന്റെ മൊബൈൽ ഫോണിൽ നീ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ മാറ്റി മാറ്റി വിടുന്നതിന്റെ ഇടയിൽ ഒരായത്ത് കേൾക്കുന്നത് പോലും നമുക്ക് അലോസരമായി മാറി അല്ലേ? ഒരായത്ത് കേൾക്കുന്നത് പോലും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് മാറി. വാപ്പ, നമ്മുടെ ബന്ധം, ഖുർആനുമായിട്ടുള്ള ബന്ധം എത്രയുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരുമാറാവട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വീണ്ടും അവിടുന്ന് പറഞ്ഞു തരികയാണ്. മുഅ്മിനെന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? ഈമാനുള്ളവനെന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. നന്മകളിൽ മത്സരിക്കുന്നവരുണ്ടല്ലോ, പടച്ച റബ്ബിന്റെ സാമീപ്യം സിദ്ധിക്കുവാൻ വേണ്ടി നന്മകളിൽ മത്സരിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, എന്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യണത് ഞാനായിരിക്കണമെന്ന് വാശി പിടിക്കുന്നവരില്ലേ? ഏറ്റവും കൂടുതൽ നമസ്കരിക്കുന്നവൾ ഞാനാകണം ഉസ്താദ്, ഏറ്റവും കൂടുതൽ സ്വതക കൊടുക്കുന്നവൾ ഞാനാകണം ഉസ്താദ്, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്നത് ഞാനാകണം ഉസ്താദ്. അങ്ങനെയൊരു മെന്റാലിറ്റി നിനക്ക് കടന്നു വന്നാൽ, അങ്ങനെ ഒരു ചിന്തയുള്ള പെണ്ണാണ് നീ എങ്കിലോ നീ ഒരു യഥാർത്ഥ മുഅ്മിനത്താണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബാ, ഇന്നത്തെ ദിവസമല്ലയോ മസ്വാഇമാ, ഇന്നത്തെ ദിവസം നിങ്ങളിൽ നിന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ? ഇന്നത്തെ ദിവസം സുന്നത്ത് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ? ഈ ചോദ്യം അവിടെ നിന്ന് കേൾക്കുമ്പോൾ മഹാനായ അബൂബക്കർ തങ്ങൾ പറയാ, അനയാ റസൂലല്ലാഹ്, അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട്
നബിയേ, ഞാനുണ്ട് നബിയേ, ഞാൻ ഇന്ന് നോമ്പ് പിടിച്ചവനാ നബിയേ. രണ്ടാമത് നബി തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുകയാ, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ. ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു മരണ വീട്ടിലോട്ട് കടന്നു ചെന്നിട്ട് സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? മയ്യത്തുമായിട്ട് ചുമന്ന പള്ളിക്കാട്ടിലോട്ട് നടന്നു വന്ന ഏതെങ്കിലും ഒരു പുരുഷൻ ഇക്കൂട്ടത്തിലുണ്ടോ? അബൂബക്കർ തങ്ങൾ എഴുന്നേൽക്കുകയാണ്, അവിടുന്ന് പറയുകയാണ്, അനയാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന് മയ്യത്ത് കട്ടിൽ പിടിച്ചു നബിയേ, ഞാൻ ഇന്നൊരു മരിച്ച വീട്ടിലോട്ട് കടന്നു ചെന്നു നബിയേ, അവരെ ആശ്വസിപ്പിച്ചു നബിയേ, ആ മയ്യത്തിന്റെ അരികിലിരുന്ന് ദുആ ചെയ്തു നബിയേ, ആ മയ്യത്തുമായിട്ട് ഖബറടക്കാൻ വേണ്ടി ഞാൻ നടന്നു വന്നു നബിയേ. മൂന്നാമത് നബി തങ്ങൾ അവിടെന്ന് പറയുകയാ, തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബാ ഫമൻ തുഅമ മിൻകുമുൽ യൗമ മിസ്കീനാ. ഇന്നത്തെ ദിവസം പാവപ്പെട്ട ഒരു മനുഷ്യന് വിശക്കുന്ന ഒരു മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ സ്വഹാബാ? അബൂബക്കർ തങ്ങൾ പറയുന്നു, അനയാ റസൂലല്ലാഹ്, അബൂബക്കറിന്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ഒരൽപ്പം ഇന്ന് പാവപ്പെട്ടവനിൽപ്പെട്ട ഒരാൾ കഴിച്ചു നബിയേ, പാവപ്പെട്ടവനായ ഒരു മനുഷ്യൻ കഴിച്ചു നബിയേ. വീണ്ടും അവിടുന്ന് ചോദിക്കുകയാണ്, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീളാ. ഈ നാട്ടിൽ രോഗം പിടിച്ച് വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, തളർന്ന് കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഒരാളെന്റെ അടുത്തോട്ട് വന്നിരുന്ന ഒരല്പസമയം മിണ്ടിയിരുന്നെങ്കിലും ആഗ്രഹിച്ചു പോകുന്ന ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു രോഗിയുടെ അരികിലോട്ട് കടന്നു ചെന്ന ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ സ്വഹാബാ? അബൂബക്കർ തങ്ങൾ ചാടി എഴുന്നേൽക്കുകയാണ്, അവിടുന്ന് പറയുകയാണ്, അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, ഞാൻ ഇന്നൊരു പാവപ്പെട്ട ഒരു രോഗിയുടെ അരികിലോട്ട് കടന്നു ചെന്ന് സന്ദർശിച്ചവരാണ് നബിയേ. നിറകണ്ണുകളോടെ നബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മജ്തമഅന ഫീ ഇംരിഇൻ ഇല്ലാ ദഖലൽ ജന്നാ. സ്വർഗത്തിലോട്ട് കടന്നു പോകാൻ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലോട്ട് കടന്നു പോകാൻ ഈ 4 കാര്യങ്ങൾ മാത്രം മതി സ്വഹാബാ. കൂടുതലൊന്നും ചെയ്യണ്ട പെങ്ങള്, കൂടുതലൊന്നും ചെയ്യണ്ട ഉമ്മ. ഒരു തിങ്കളോ വ്യാഴമോ നീ നോമ്പ് പിടിക്കൂ, നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരൽപ്പം പാവപ്പെട്ടവന് കൊടുക്കൂ. നിന്റെ അയൽവാസികളിൽപ്പെട്ട ഒരാൾ രോഗം പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിലോ ആ മനുഷ്യനെ ഒരു നേരം നീ ഒന്ന് കാണാൻ വേണ്ടി കടന്നു ചെല്ലൂ. നിന്റെ വീടിന്റെ അരികിൽ ഒരാൾ മരിച്ചാലോ ആ വീട്ടിലോട്ട് കടന്നു ചെന്ന് കുടുംബക്കാരെ ഒന്ന് ആശ്വസിപ്പിക്കും. ഈ 4 കാര്യങ്ങൾ നീ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതുവത്സര രാത്രിയിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, ഉസ്താദേ 2024 കടന്നു വരുമ്പോ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന വാപ്പാ നിങ്ങളോട് പറഞ്ഞു തരികയാ, ഈ 4 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? ഇല്ലാ ദഖലൽ ജന്നാ, സ്വർഗമല്ലാതെ മറ്റൊന്നും നിനക്ക് പ്രതിഫലമായിട്ട് കിട്ടില്ല. സ്വർഗമുറപ്പാടോ, സ്വർഗമുറപ്പാടോ. അതാണോ മത്സരമെന്ന് പറഞ്ഞാൽ ഇതാണ് അബൂബക്കർ തങ്ങൾ പ്രവർത്തിച്ചതുപോലെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആഖിറത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ലാതെ ഉറക്കം വരില്ല. ഒരിക്കലും തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിക്കാ, യാ സ്വഹാബാ, ധനം
കുറച്ച് വേണമല്ലോ സ്വഹാബ, കുറച്ച് പണം വേണമല്ലോ സ്വഹാബ, നിങ്ങൾ എന്തെങ്കിലും ഉള്ളതൊക്കെ കൊണ്ടുവന്ന് തരുമോ സ്വഹാബ? സ്വഹാബത്തെല്ലാവരും വീട്ടിലോട്ട് കടന്നു ചെല്ലുകയാണ്. ഉമർ തങ്ങളും അബൂബക്കർ തങ്ങളും വീട്ടിലോട്ട് പോവുകയാണ്. ഉമർ തങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുകയാ, അബൂബക്കറിനെക്കാളും കൂടുതൽ ഞാൻ കൊണ്ടുവരണമല്ലോ. ഇന്നത്തെ ദിവസം അബൂബക്കറിനെ തോൽപ്പിക്കണം റബ്ബേ. അതാ രണ്ടുപേരും വീട്ടിലോട്ട് കടന്നു പോയിട്ട് കയ്യിലൊരു സമ്പാദ്യവുമായിട്ട് തിരിച്ചു വരികയാണ്. ഉമറിനോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, യാ ഉമർ ഇബ്നുൽ ഖത്താബ്, നീ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് എന്നോട് പറയുമോ? നീ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് എന്നോട് പറഞ്ഞു തരുമോ? അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നിസ്ഫു മാലി യാ ഹബീബല്ലാഹ്, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നബിയേ, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നബിയേ. പ്രവാചകന്റെ സമക്ഷത്തിലോട്ട് വെക്കുകയാണ്. അവിടുന്ന് അബൂബക്കറിനോട് ചോദിക്കുകയാ, യാ അബൂബക്കർ, എന്താണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അബൂബക്കറിന് അല്ലാഹു എന്തൊക്കെ തന്നിട്ടുണ്ടോ, അബൂബക്കറിന്റെ കയ്യിൽ എത്ര രൂപയുടെ ആസ്തിയുണ്ടോ അതെല്ലാം ഞാൻ കൊണ്ടുവന്നു നബിയേ. അവിടുന്ന് ചോദിക്കുന്നു, അബൂബക്കറേ, നിന്റെ വീട്ടിൽ നിനക്ക് ഭാര്യയുള്ളവരല്ലേ, മക്കളുള്ളവനല്ലേ, മാതാപിതാക്കളുള്ളവരല്ലേ, എന്തേ നീ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി മാറ്റിവെച്ചതു? അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് നബിയേ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് നബിയേ, ബാക്കിയെല്ലാം ഞാൻ കൊണ്ടുവന്നു യാ ഹബീബല്ലാഹ്. അവിടുന്ന് പറയുകയാണ്, സഹോദരാ, അവിടുന്ന് പറഞ്ഞെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഉമർ തങ്ങളെന്ന് വിചാരിച്ചു പോവുകയാ, ഞാൻ മരിക്കുന്ന കാലം വരെയും അബൂബക്കറിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇതാണടോ മത്സരം, ഇതുപോലെയാണ് നന്മയ്ക്ക് വേണ്ടി മത്സരിക്കേണ്ടത്. ഒരിക്കലും മദീന എന്ന് പറയുന്ന അല്ലാഹുവേ കാണാനെന്നും നമ്മൾ ദുആ ചെയ്യുന്ന പരിശുദ്ധ മണ്ണുണ്ടല്ലോ, അതിലെ ഒരു ഭ്രാന്തമായ പ്രദേശത്തൊരു കുടിലുണ്ടായിരുന്നു. ഒരമ്മയായ ഉമ്മ അവിടെ ജീവിക്കുകയാണ്. ആരാരുമില്ലാത്തൊരുമ്മയാണ്. മക്കളില്ല, ഭർത്താവില്ല, സഹോദരങ്ങളില്ല, സഹായികളില്ല, ആരാരുമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന ആ ഉമ്മയുടെ അരികിലോട്ട് എല്ലാ ദിവസവും രാത്രി ഉമർ തങ്ങൾ കടന്നു പോകുമായിരുന്നു. എന്തിനെന്നറിയുമോ? അവരുടെ മലവും മൂത്രവും പറ്റിയ വസ്ത്രമെടുത്ത് മാറ്റിയിട്ട് അവരെ വൃത്തിയാക്കിയിട്ട് നല്ല വസ്ത്രം അവരെ ധരിപ്പിച്ച് നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കുവാൻ വേണ്ടി ആരും കാണാതെ എല്ലാ രാത്രിയും ഉമർ തങ്ങൾ കടന്നു ചെല്ലുകയാണ്. പക്ഷേ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോ ആ വീട്ടിലോട്ട് അതിനു മുമ്പ് ആരോ വരുന്നത് പോലെ അദ്ദേഹത്തിന് മനസ്സിലാവുകയാ. പിറ്റേ ദിവസമായപ്പോൾ ഉമർ തങ്ങൾ കുറച്ചു നേരത്തെ വരികയാ. ഈ സമയത്തതാ അബൂബക്കർ തങ്ങൾ ആ വീട്ടിലോട്ട് കടന്നു വരികയാ. റബ്ബേ, മദീനത്തൊന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണം ആ ഉമ്മയ്ക്ക് സ്വന്തം കൈകൊണ്ട് അബൂബക്കർ തങ്ങൾ വാരിക്കൊടുക്കുകയാ. അല്ലാഹുവേ, അവരുടെ നജസ് പറ്റിയ വസ്ത്രം സ്വന്തം കൈകൊണ്ടെടുത്ത് അലക്കി വൃത്തിയാക്കി വിരിച്ചിടുകയാ. നല്ല വസ്ത്രം ധരിപ്പിക്കുകയാ. നല്ല വസ്ത്രം അവിടുന്ന് ധരിപ്പിക്കുകയാ. ഉമർ തങ്ങൾ വിചാരിച്ചു, അല്ലാഹ്, ഇതെന്തൊരു മനുഷ്യനാണ് റബ്ബേ, ഖലീഫയാണല്ലോ അല്ലാഹ്. 5 രാജ്യങ്ങളുടെ
ഞങ്ങളുടെ രാജാവാണല്ലോ അല്ലാ. അതുകൊണ്ടാണ് നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നത്, എന്റെ അബൂബക്കറിന്റെ ഈമാനുണ്ടല്ലോ, എന്റെ അബൂബക്കറിന്റെ വിശ്വാസമുണ്ടല്ലോ, ഒരു തട്ടിൽ വെച്ചിട്ട് മറുതട്ടില് ലോകത്തുള്ള സകലമാന വിശ്വാസികളുടെ ഈമാൻ വെച്ചിട്ടൊന്ന് തൂക്കി നോക്കി കഴിഞ്ഞാൽ എന്റെ അബൂബക്കറിന്റെ ഈമാനിന്റെ തട്ട് താഴ്ന്നിരിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ അബൂബക്കറിന്റെ ഈമാനിന്റെ തട്ട് എന്നും താഴ്ന്നിരിക്കും. ലോകത്തുള്ള വിശ്വാസികൾ ഇനി ആരെല്ലാം ഇങ്ങോട്ട് കടന്നു വരട്ടെ, അവരുടെയൊക്കെ ഈമാനിന്റെ കോടിക്കണക്കിന് ഇരട്ടിയാണ് അബൂബക്കറിന്റെ ഈമാൻ എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, ഈ